രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4-ാം വർഷം അതിഗംഭീരമായി ആഘോഷിക്കാൻ പോവുകയാണ്. 3-ാം പിണറായി സർക്കാരാണ് ലക്ഷ്യം. 100 കോടി രൂപ ചെലവഴിച്ചാണ് 4-ാം പിറന്നാൾ ആഘോഷിക്കുന്നത്. അത് വോട്ട് പിടിക്കുകയാണ് അതിലൂടെ. ഈ 100 കോടി രൂപയിൽ ഒരു 75 കോടി രൂപയും പിൻവാതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടും ഇതിൻ്റെ ബെനിഫിഷ്യറീസിന്. 25 കോടി രൂപയാണ് ഈ ആക്ച്വൽ ചെലവ്. ആർക്ക് കൈമാറും? പന്തൽ പണിയുടെ പേരിൽ, മറ്റേ പണിയുടെ പേരിൽ, ജനങ്ങളെ ഓർത്തുപോയി, അതുകൊണ്ടാണ് സ്വന്തക്കാർക്ക് കൈമാറും. അതാണ് ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരാണ് ജനങ്ങളെ ഓർത്തുകൊണ്ടാണ്. അവരാണ് ഇതിൻ്റെ ഗുണം. കഴിഞ്ഞ കേരള യാത്ര നടത്തിയില്ലേ, നവകേരള യാത്ര, അതിനും ഈ പറഞ്ഞ ഗുണഭോക്താക്കളുണ്ടായിരുന്നു. ഈ സർക്കാരിൻ്റെ പൈസ പാർട്ടിക്കാരിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുന്നത് എങ്ങനെയാണ്? വെറുതെ കാശെടുത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ സുനിലിനോട് പറയുന്നത്, സുനിലെ അവിടെ ഒരു യോഗം വെച്ചു, ഒരു പന്തൽ എയർ കണ്ടീഷൻ ചെയ്തു. അപ്പോൾ പന്തൽ എയർ കണ്ടീഷൻ ചെയ്ത പന്തലിൻ്റെ വകയിൽ 2.5 കോടി രൂപ സുനിൽ കൊടുക്കുന്നു. ആക്ച്വലി അതിന് 50 ലക്ഷം പോലും ആവില്ല. പന്തൽ എയർ കണ്ടീഷൻ ചെയ്യുന്ന പന്തലിന് അവിടെ 4 AC വയ്ക്കുക, ഇത്രയേ ഉള്ളൂ പന്തൽ എയർ കണ്ടീഷൻ ചെയ്യുന്നത്. ഇതിനെല്ലാം കൂടെ ഒരു 5-6 ലക്ഷം രൂപ. ബാക്കി 1.5 കോടി സുനിലിൻ്റെ പോക്കറ്റിൽ. അത് സുനിൽ ഇതിങ്ങനെയാണെന്ന് ഈ സംവിധാനം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എത്തിക്കാനുള്ളിടത്തെല്ലാം സുനിൽ എത്തിക്കും. അത് വോട്ടായിട്ട് മാറും. ഈ കാശ് കിട്ടിയ ആൾക്കാർ മാത്രമല്ല വോട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഈ പന്തൽ പണികാരൻ, പിന്നെ സുനിൽ ആർക്കൊക്കെ കാശ് കൊടുത്തോ അവരും അവൻ്റെ വീട്ടുകാർ, ബന്ധുക്കളൊക്കെ, അതിൽ ചിലർക്ക് പിൻവാതിൽ നിയമനം, ഇതൊക്കെ ആയിട്ട് വലിയൊരു. അങ്ങനെയാണ് പിണറായി വിജയൻ 2-ാം പിണറായി സർക്കാർ ജയിച്ചത്. അങ്ങനെ ഈ തെമ്മാടിത്തരം മുഴുവൻ കാണിച്ചിട്ട് അയാൾ വീണ്ടും ജയിച്ചു ഇല്ലേ? മദ്യനിരോധനം ഓർക്കണില്ലേ, വലിയ ഇഷ്യൂ ആയിട്ട് നിന്ന സകല ബാറും പിണറായി വിജയൻ തുറന്നു. മാത്രമല്ല എക്സ്ട്രാ ബാറുകളും തുറന്നു. ഇപ്പം മുട്ടിനും ബാറുകളുണ്ട്, ആർക്കും പരാതിയില്ല. അപ്പോൾ ഈ രീതിയിലെല്ലാം ചെയ്തിട്ടും പിന്നെയും ഇദ്ദേഹം ജയിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് ഫിക്സഡാണ്. ഇപ്പോൾ ആശാ വർക്കേഴ്സ് സമരം ചെയ്യുന്നു. മൊത്തം ആശാ വർക്കേഴ്സും സെക്രട്ടേറിയറ്റ് മുമ്പിലില്ലല്ലോ, ഒരു പോർഷനാണ്. മേജർ പോർഷൻ സമരത്തിലില്ല. അവർക്ക് ഗ്രീവൻസ് ഇല്ലാഞ്ഞിട്ടാണ് അല്ല, കാരണം അവർക്ക് മറ്റ് രീതിയിൽ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഈ ബഹളത്തിന് പോരുത് കേട്ടോ. ഭീഷണി, പിന്നെ പ്രലോഭനം, പൈസ കൊടുക്കുകയും ചെയ്യും, ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഗ്രാമപ്രദേശത്തൊക്കെ CPM-ന് വോട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ കിടന്നു കൊടുക്കാൻ പറ്റില്ല. ഒരു പഞ്ചായത്ത് വാർഡിൽ CPM തോറ്റു എന്ന് വെച്ചോ, തോറ്റല്ല ആ വാർഡിലുള്ളവരെ അനുഭവിക്കും. ഫേമായിട്ടുള്ള CPM-കാരെ അവർക്ക് തിരിച്ചറിയാം. സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നവരും എതിരായിട്ട് വോട്ട് ചെയ്തെന്ന് ഉറപ്പുള്ളവരും ഒക്കെ പല രീതിയിലുള്ള ഹരാസ്മെൻറ്റിന് വിധേയരാകും. ഭയന്ന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇങ്ങനെയൊക്കെയാണ് ബംഗാളിൽ 10-34 വർഷം അവർ അധികാരത്തിലിരുന്നത്. കൊല്ലാനോ ചാവാനോ ഒന്നും മടിയില്ലാത്ത സംഘം, യൂണിവേഴ്സിറ്റി മുഴുവൻ അവരുടെ കയ്യിൽ. ഈ എല്ലാ ഇപ്പോൾ തിരിച്ചിനിയിപ്പോൾ UDF അധികാരത്തിൽ വന്നു എന്ന് വെച്ചോ, സ്റ്റിൽ ഭരിക്കുന്നത് LDF ആയിരിക്കും. കാരണം ജില്ലാ കളക്ടർമാർ, ബ്യൂറോക്രസി, പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ, സകല സ്ഥലത്തും ഇവരുടെ ആൾക്കാരാണ്. KSEB നിറച്ച്, KSRTC നിറച്ച്, സകല കോർപ്പറേഷൻസും എല്ലാം സ്വയംഭരണ സ്ഥാപനം ഒക്കെ അവരുടെ കയ്യിൽ. പിന്നെ നിങ്ങൾ മുകളിൽ മുഖ്യമന്ത്രി VD സതീശനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഒരു പണിയും നടക്കില്ല. VD സതീശനാവുമെന്ന് ടിജിക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ നാക്കിൽ ഗുളികയിൽ നിൽക്കുന്ന നേരത്താണ് ആ വാക്ക് വന്നെങ്കിൽ ചിലപ്പോൾ ആയെന്നും വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. അതുകൊണ്ട് 1 അവർക്ക് ഭരണം പോവില്ല, 2 ഭരണം പോയാലും അവർക്ക് ഒരു പരിഭ്രമവും ഉണ്ടാവില്ല. അവർ വിചാരിച്ചാൽ മിന്നൽ പോലെ സമരത്തിന് ആളെ കിട്ടും, തല്ലാൻ ആളെ കിട്ടും, കൊല്ലാൻ ആളെ കിട്ടും, ആ കൊലക്കേസ് വാദിക്കാൻ വക്കീലുണ്ടാവും, അതിൽ വെറുതെ വിടാൻ ജഡ്ജിയും ഉണ്ടാവും. ആ കൊലക്കേസ് പ്രതികളെ കിട്ടും, സാക്ഷിയെ കിട്ടും, എല്ലാം കിട്ടും. അല്ല, എന്നാലും ഈ സർക്കാർ ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടുന്ന സമയത്ത് വലിയ ഒരു ആഘോഷമായിട്ട് നടത്തുന്നതിനെതിരെ വിമർശനങ്ങൾ വന്നു കഴിയും. ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് സുനിലിന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നല്ല, സുനിൽ തരാനില്ല, അതാണ് പ്രിയോറിറ്റി ഇല്ല.
സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യത്തിന് കാശ് തരാൻ പ്രിയോറിറ്റി ഇല്ലാത്തതുകൊണ്ട് പറയുന്നത്. അല്ലാതെ ഖജനാവ് കാലി എന്നല്ല. ഏയ് ഖജനാവ് അങ്ങനെ ഖജനാവ് കാലിയാവില്ലല്ലോ. പിന്നെ ഇവർ മാസം ശമ്പളം കൊടുക്കുന്നത് എങ്ങനെയാണ്? കാലിയൊന്നും ആയിട്ടില്ല, അവരുടെ ആവശ്യത്തിന് കാശുണ്ട്. അതുകൊണ്ടല്ലേ 100 കോടി രൂപ മുടക്കി അവർ ഉത്സവം നടത്തുന്നത്. അവരുടെ കാശുണ്ട്, പ്രിയോറിറ്റി ഇല്ല. പാവങ്ങൾക്ക് പ്രിയോറിറ്റി ഇല്ല. കാരണം ഈ പാവങ്ങളിലെ നല്ലൊരു ശതമാനത്തെ ഇവർ നേരത്തെ കൈക്കൂലി കൊടുത്ത് സ്വന്തമാക്കി നിർത്തിയിട്ടുണ്ട്. പ്രാണൻ പോയാൽ പോലും പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ട്. അല്ല, ഇത് ഇത്ര വലിയ അഴിമതി ആരോപണങ്ങളും ഒരു നെഗറ്റീവ് ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിട്ടും പിണറായിക്ക് ആണ് ഇപ്പോഴും ഒരു മേൽക്കൈ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? അത് ഈ സെറ്റപ്പിൽ അയാളെ പുകഴ്ത്തുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ദിവ്യ എസ് അയ്യർ IAS കാര്യമില്ല, വല്ല കാര്യമുണ്ടോ അവർക്ക് KK രാഗേഷിനെ പുകഴ്ത്താൻ? കാര്യമുണ്ടാവും, ഒരു കാര്യമില്ല. അങ്ങനെ ഒരു കാര്യം, ശബരിനാഥിൻ്റെ ഭാര്യ, അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ പുറകിൽ, ഈ വീണ്ടും അധികാരത്തിൻ്റെ പുറകിൽ വരുന്നതൊക്കെ ഇതുപോലെയുള്ള IASകാരുടെയും ഒക്കെ സഹായത്തോടെയാണ്. ഇപ്പം ദിവ്യ എസ് അയ്യരോ അതോ വിദ്യ എസ് അയ്യരോ? ദിവ്യ. അപ്പോൾ അവർ വിചാരിച്ചാൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. ബട്ട് അതൊരു സിംറ്റമാണ്. ഇത്തരം പ്രകടനങ്ങൾ അതൊരു സിംറ്റമാണ്, ഒരവസ്ഥയുടെ സിമ്പലാണ്. അത് കുഴിച്ച് നമ്മൾ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടെൻഡൻസിയുള്ള ധാരാളം IASകാരെ കാണാൻ പറ്റും. ഹൈപ്പോത്തറ്റിക്കലായിട്ട് ആരോ ചോദിക്കുന്ന കേട്ടോ, ഉമ്മൻചാണ്ടിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ പിറ്റേ തവണ 2 മാസം കഴിഞ്ഞിട്ട് DCC പ്രസിഡൻ്റ് ആവുന്നു. അപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥ ഇങ്ങനൊരു കമൻ്റ് ഇട്ടാൽ എന്തായിരിക്കും CPMൻ്റെ പ്രതികരണം? വൻ ബഹളം നടക്കും, വലിയ ബഹളം നടക്കും. ഇത് അവർക്ക് അനുകൂലമായതുകൊണ്ടാണ് എല്ലാവരും. പിണറായി തന്നെ ന്യായീകരിച്ചു, മുഖ്യമന്ത്രി തന്നെ ന്യായീകരിച്ചു. TG ഇപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇതിപ്പോൾ TG പറഞ്ഞിപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനാണെന്ന് പറഞ്ഞു. ഈ പണം അത്രയും അതിൻ്റെ ഗുണഭോക്താക്കൾക്ക്, വോട്ട് ബാങ്ക് അല്ലെങ്കിൽ വോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്, അല്ലാതെ ആഘോഷം മാത്രമല്ല ലക്ഷ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ മൂന്നാമത് പിണറായി വരുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ വരാൻ സാധ്യതയുണ്ട്. അതിന് കാരണം ഓൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ളതാണ്. ഓൾട്ടർനേറ്റീവ് ഇല്ല. ഓൾട്ടർനേറ്റീവ് ആരാ? UDF വലിയ പ്രതീക്ഷയിലാണ്. UDFൻ്റെ പിണറായിക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവിൻ്റെ പേര് പറഞ്ഞു. നേരത്തെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഒരു നേതാവ് ഉണ്ടോ കോൺഗ്രസ്സിൽ? അത് പ്രശ്നമാണോ? അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഡൽഹിയിൽ BJP ആരെയും കാണിച്ചല്ലോ മത്സരിച്ചത്. അല്ല, അത് BJP മനഃപൂർവ്വം ചെയ്തതാണിത്. നേതാവിനെ കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കുകയും വേണ്ടാത്ത സ്ഥലത്ത് കാണിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാമർഥ്യമുണ്ട് തെരഞ്ഞെടുപ്പിൽ. ഇറ്റ് വാസ് ആൻ ഇൻഫോംഡ് ഡിസിഷൻ. ഡൽഹിയിൽ കേജ്രിവാളിനെതിരെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചാൽ അപ്പം തന്നെ കേജ്രിവാളുമായിട്ടുള്ള താരതമ്യം തുടങ്ങും. കേജ്രിവാൾ ഇയാളെ അറ്റാക്ക് ചെയ്യാനും തുടങ്ങും. ഇപ്പം കേജ്രിവാളിൻ്റെ ഫയറിംഗ് റേഞ്ചിൽ ആർക്ക് നേരെയാണ് വെടിവെക്കേണ്ടതെന്ന് കേജ്രിവാളിന് അറിഞ്ഞുകൂടാ. ആ അവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവർ പ്രഖ്യാപിക്കാതെ ചെയ്തത്. കേരളത്തിൽ അങ്ങനെ കാൽക്കുലേറ്റഡ് ആയിട്ട് പിണറായി വിജയനെതിരെ ഒരാളെ നിർത്താതിരിക്കുകയാണോ കോൺഗ്രസ് ചെയ്യുന്നത്? ആളില്ലാത്തതുകൊണ്ടാണ്. കേരളത്തിലെ ആവശ്യം ഒരു ലീഡർ ആൻഡ് എ നെറേറ്റീവ്. ഈ രണ്ടും BJPക്കും ഇല്ല, UDFനും ഇല്ല. പിണറായി വിജയനെ മൈനസ് ചെയ്താൽ ഇതേ പ്രശ്നം CPMനും ഉണ്ട്. പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ ഇതേ പ്രശ്നം CPMലുണ്ടാകും. പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ച ഏറ്റവും വലിയ ദുരിതം അതാണ്. അങ്ങേരുടെ മുട്ടിനോളം വളരുന്ന ഒരു നേതാവിനെ ഉണ്ടാവാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങേർക്ക് AK ബാലനെ ലിഫ്റ്റ് ചെയ്യാമായിരുന്നു, ഇത് ചെയ്തില്ല. കഷ്ടമായിപ്പോയി. സുധാകരൻ പിന്നെ വയസ്സായി, AK ബാലനും പ്രായമായി എന്നൊക്കെ പറയാം. ബട്ട് സ്റ്റിൽ തൻ്റെ തൊട്ട് പിന്നാലെ ക്ലോസ് നമ്പർ 2 ആയിട്ട് ഒരാൾ നിർത്തണ്ടേ, അത് ചെയ്തില്ല. കോടിയേരി ഉണ്ടായിരുന്നു. കോടിയേരി മരിച്ചും പോയി.
അതായിരിക്കും ഒരു ഒന്ന് ഇദ്ദേഹത്തിന് തൊട്ട് പിന്നിൽ ഒരാൾ നിർത്തില്ലെങ്കിൽ, കാരണം ഇങ്ങനെ ഭയമാണ്. പിന്നിൽ നിൽക്കുന്നവൻ കത്തി കയറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഭയം ഏകാധിപതികൾക്കൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഉള്ളിൽ എപ്പോഴും പേടിയാണ്. അവർ ഗോവിന്ദൻ നിപ്പില്ലേ അങ്ങനെ? നോട്ട് ഉണ്ട് എന്ന് ഒരു 10 വർഷം മുമ്പ് ഗോവിന്ദനെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ പാർട്ടി സെക്രട്ടറി ആയിക്കഴിഞ്ഞ് ഈ പിണറായി സ്തുതിയൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ അപഹാസ്യനായ ഒരു നേതാവായിട്ട് മാറി. അതുകൊണ്ട് ഗോവിന്ദന് കേരള മുഖ്യമന്ത്രിയായിട്ട് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പോൾ ആഘോഷം പൊടി പൊടിക്കട്ടെ. മൂന്നാം വട്ടവും വരാനുള്ള സാധ്യത ഒറ്റ കാരണം കൊണ്ട് അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ബട്ട് അതിന് ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് ചോദിച്ചും ജനങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ആളാരാ ഇല്ല. അപ്പം പിന്നെ ഇത് ഇങ്ങനെ സംഭവിക്കും, അനുഭവിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.